ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു മാരത്തോൺ കോമ്പറ്റീഷന് പോവാണ്. അപ്പോൾ അതിരാവിലെ തന്നെ നമ്മൾ കോമ്പറ്റീഷന് പോവാണ്. 6:30ക്കാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കോമ്പറ്റീഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് അവർ മെൻ, വുമൺ, ട്രാൻസ്ജെൻഡർ ഈ 3 കാറ്റഗറിയിലും മത്സരങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ട്രാൻസ്ജെൻഡർ പോളിസിയിലായാലും എല്ലാ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പദ്ധതികളിലായാലും എല്ലാം ട്രാൻസ്ജെൻഡർ വ്യക്തികളെ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു കാറ്റഗറി ഉൾപ്പെടുത്തിയത് നമുക്ക് പറയാം. അപ്പോൾ കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ടായിരുന്നു മത്സരം. 6:30ക്ക് നമ്മൾ മത്സരത്തിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഇന്നൊരു മാരത്തോൺ മത്സരത്തിന് വന്നതാണ്. അപ്പം മത്സരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ 3 കാറ്റഗറി ഉണ്ട് മത്സരത്തിൽ. മെൻ, വുമൺ ആൻഡ് ട്രാൻസ്ജെൻഡർ കാറ്റഗറി വെച്ചിട്ടുണ്ട്. അപ്പം കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാരത്തോൺ മത്സരമാണ്. അപ്പം നമ്മളുടെ ജാൻവിനും അതുപോലെ തന്നെ ഹിമയും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. ഓക്കെ. യൂത്ത് ഫെസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു പേരിലാണ് മത്സരം നടക്കുന്നത്. അതോടൊപ്പം തന്നെ ക്വിസ് കോമ്പറ്റീഷൻ, ഫ്ലാഷ് മോബ്, അങ്ങനെ ഒരുപാട് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മത്സരത്തിൽ ജയിക്കുന്ന ആൾക്ക് ഉള്ള ക്യാഷ് പ്രൈസാണുള്ളത്. അപ്പം ക്യാഷ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് 5,000, സെക്കൻഡ് കിട്ടുന്ന ആൾക്ക് 3,000, ആ ഒരു രീതിക്കാണ് പ്രൈസ് ഉള്ളത്. കോഴിക്കോട് ജില്ലയിലെ ഒരുപാട് കോളേജിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. മത്സരത്തിനായിട്ട് പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പം അതിരാവിലെ ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ തണുപ്പുണ്ടായിരുന്നു. അപ്പം മത്സരത്തിന് ഫസ്റ്റ് മെയിൽ കാറ്റഗറിയിലെ മത്സരമായിരുന്നു. അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫീമെയിൽ കാറ്റഗറി, അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞ് ട്രാൻസ്ജെൻഡർ കാറ്റഗറി, അങ്ങനെയാണ് മത്സരം. ഹായ് ഫ്രണ്ട്സ്, മാരത്തോൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അവരെ എവിടെ എത്തി എങ്ങനെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അവർക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ബൈക്ക് എടുത്ത് ഇറങ്ങിയതാണ്. അപ്പോൾ അവർക്കുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ പോയി നോക്കട്ടെ അവരെവിടെ എത്തി എങ്ങനെയാണെന്നൊക്കെ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പണ്ടൊക്കെ സ്പോർട്സിലുണ്ടായിരുന്നു. ഞാൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ ജില്ലയിലും സ്റ്റേറ്റിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും പ്രൈസ് നേടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ എന്താ പറയുക, എൻ്റെ ഒരു ട്രാൻസിഷന് ശേഷം നമുക്ക് അവസരങ്ങളൊക്കെ വളരെയധികം കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസ്ജെൻഡർ കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും എന്താ പറയുക, എനിക്ക് നല്ല ഫോമിൽ അല്ല. ഞാൻ എന്തായാലും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ള രീതിക്ക് തന്നെയാണ് കോമ്പറ്റീഷൻ വന്നത്. അപ്പോൾ എല്ലാവരും നല്ല ഒരു എൻജോയ് ചെയ്ത് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ കിട്ടിയൊരു അവസരം അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ അങ്ങനെ ഞാൻ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ഞാൻ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് ഇതിൽ ട്രാൻസ്ജെൻഡർ കാറ്റഗറിയിൽ ഫസ്റ്റ് നേടാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മളെന്താ പറയുക, മാക്സിമം നമുക്കിങ്ങനെ കിട്ടുന്ന അവസരങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. കാരണം നമുക്ക് അവസരങ്ങൾ വളരെയധികം കുറവാണ്, പ്രത്യേകിച്ച് സ്പോർട്സ് മേഖലകളിൽ. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ എനിക്ക് വിന്നറാവാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ വളരെ നന്ദിയുണ്ട് എൻ്റെ കോളേജിലെ പ്രിൻസിപ്പാളോട്. ഞാൻ പഠിക്കുന്നത് ആർ ശങ്കർ SNDP കോളേജ് കൊയിലാണ്ടിയിലാണ്. അപ്പം പ്രിൻസിപ്പാൾ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് നമുക്ക് ഇങ്ങനെ മത്സരമുണ്ട്, നിങ്ങൾ എന്തായാലും പോകണം, നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് പങ്കെടുക്കണം, ഈ അവസരങ്ങളൊക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് പ്രിൻസിപ്പാൾ നമ്മളെ അത്രയ്ക്ക് എൻകറേജ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ മത്സരത്തിൽ വരാൻ തന്നെ ഒരു ഇതുണ്ടായത്. അതുപോലെ തന്നെ നമ്മൾ സ്പോർട്സിൻ്റെ സാറായാലും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു.